ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വോൾ ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ബണ്ണാണ്. എന്നാൽ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഹെയർ ബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വോൾ ത്രെഡാണ്. നമ്മൾ കമ്പിളി നൂലെന്നൊക്കെ പറയില്ല, അപ്പോൾ ആ ഒരു ത്രെഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു അറൗണ്ട് 10 റുപ്പീസൊക്കെ വില വരുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നീഡിലാണ്. എൻഡിൽ ഹുക്കൊക്കെ ഉള്ള പോലത്തെ നീഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനൊരു 5 റുപ്പീസേ വില വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഹെയർ ബൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇലാസ്റ്റിക്കിന് പകരമായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റബ്ബർ ബാൻഡാണ്. അതാകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. കുറച്ച് ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കിയെടുക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ നൂലിൻ്റെ ഒരു വശം റബ്ബർ ബാൻഡിൽ നന്നായിട്ട് ടൈ ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇതാ നൂലിൻ്റെ ഒരു വശം നന്നായിട്ട് റബ്ബർ ബാൻഡിൽ ടൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ടൈ ഇട്ട് കൊടുക്കുക, 2 കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ബലം കിട്ടുമല്ലോ. ഇനി നമുക്ക് ആ നൂലിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന ആ പാർട്ടില്ലേ, അത് നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിത് അവിടെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നീഡിൽ ഉപയോഗിച്ച് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ നൂലിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ നീഡിൽ കൊണ്ടുപോകുക, എന്നിട്ട് നൂലിനെ ഒന്ന് പുള്ള് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ റബ്ബർ ബാൻഡിനകത്തോടെ സൂചി കൊണ്ടുപോയിട്ട് പിന്നെയും ലെഫ്റ്റ് സൈഡിലൂടെ ആ നൂല് പുറത്തേക്ക് വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെ 2 ലൂപ്പ് കിട്ടും. പിന്നെയും നമ്മൾ നീഡിൽ ഉപയോഗിച്ച് ലെഫ്റ്റ് സൈഡിലൂടെ നൂലിനെ ഒരു ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. പിന്നെയും സെയിം പ്രൊസീജിയർ ആവർത്തിക്കുക. എന്നിട്ട് ആ നൂലിനെ ആ 2 ലൂപ്പിനകത്തൂടെ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു തരാം. നൂലിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ നീഡിൽ കൊണ്ടുപോയിട്ട് നൂലൊന്ന് പുള്ള് ചെയ്തെടുക്കുക. എന്നിട്ട് റബ്ബർ ബാൻഡിനകത്തൂടെ നമ്മൾ നീഡിൽ കൊണ്ടുപോയി പിന്നെയും ലെഫ്റ്റ് സൈഡിലൂടെ ഒരു നൂല് പുള്ള് ചെയ്ത് പുറത്തേക്ക് എടുക്കുക. പിന്നെ നമ്മൾ ലൂപ്പ് വഴി ആ നൂല് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തയ്യൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ആദ്യമൊക്കെ ഇച്ചിരി ടഫായിട്ട് തോന്നും, പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചാട്ടെ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സ്പീഡിന് ചെയ്തെടുക്കാം. അതിനു മുമ്പ് ഞാൻ എല്ലാവരെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ആരെങ്കിലും പുതുതായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്നും മറക്കാതെ ചെയ്തേക്കണേ. അപ്പോൾ ആരും പോകരുത്, നമ്മുടെ വീഡിയോ തീർന്നിട്ടില്ല. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിത് ഇവിടെ അത്യാവശ്യം നെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കുറച്ച് തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 2 സൈഡിലെയും നൂല് പിടിച്ചിട്ട് ഒന്ന് അടുപ്പിച്ച് വെക്കണം. എന്നാൽ മാത്രമേ നമ്മളെ ഹെയർ ബണ്ണിന് ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. ഇതാ കണ്ടോ, നമുക്കിതിപ്പോൾ നല്ല ഭംഗിക്ക് ഇവിടെ നെയ്ത് കിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും ഒരേ പാറ്റേണിലാണ് വരുന്നത്. നമ്മൾ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് ഒരേ പാറ്റേണിൽ എല്ലാ വശത്തും കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 2 സൈഡിൽ നിന്നും അതൊന്ന് അടുപ്പിച്ച് കൊടുക്കണം നൂല്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഒരു പെർഫെക്ഷനിൽ നമുക്ക് ഹെയർ ബൺ കിട്ടത്തുള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. കുറച്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ അടുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാ ഹെയർ ബണ്ണൊക്കെ വാങ്ങത്തില്ലേ, അപ്പോൾ അതുപോലത്തെ ഹെയർ ബൺ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതവിടെ ഏകദേശം ഹെയർ ബണ്ണ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തയ്ച്ച പാടില്ലേ, ആ നൂലിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ സൂചി കയറ്റുകയാണ്. എന്നിട്ട് അതിലൂടെ നമ്മൾ നൂല് പുള്ള് ചെയ്തെടുക്കുക പുറത്തേക്ക്. അപ്പോൾ നമുക്കവിടെ 2 ലൂപ്പ് കിട്ടും. അതിലൂടെ വീണ്ടും ഒന്നും കൂടെ നമ്മൾ അതിനകത്തൂടെ നൂല് ഒന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കാം. അത്യാവശ്യം നീട്ടിയെടുക്കുക. അതൊന്ന് അവിടെ ടൈ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അവിടെ നൂല് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കിയുള്ള നൂല് ഒരു കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ ഇപ്പം ഞാനിവിടെ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 എൻഡും പിടിച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. 1 2 ടൈ ചെയ്യാം. 2 ടൈ ചെയ്താൽ കുറച്ചുകൂടെ സെക്യൂർ ആയിരിക്കും. അത് പെട്ടെന്നൊന്നും ഊരിപ്പോകത്തില്ല, ഇളകി പോകത്തില്ല കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഹെയർ ബാൻ ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബാക്കി വരുന്ന നൂല് നമുക്ക് വീണ്ടും കത്രി വെച്ചിട്ട് നല്ലോണം ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ അടിപൊളി സൂപ്പർ ഹെയർ ബാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നല്ലേ നമ്മളിത് ചെയ്തെടുത്തത്. നമുക്കിപ്പോൾ പല പല ഡ്രസ്സിൻ്റെ കളർ മാച്ചാക്കി ഇടണമെങ്കിൽ നമുക്കിതൊന്ന് ചെയ്തെടുത്താൽ മതി. വെറും 2 മിനിറ്റ് മതി, ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. പ്രത്യേകിച്ചും കുഞ്ഞു പിള്ളേർക്കൊക്കെ ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ വൂൾ ത്രെഡും കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ, അപ്പോൾ നമുക്ക് അത് വീട്ടിൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ മുത്തൊക്കെ വെച്ചിട്ട് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡ്രസ്സിലൊക്കെ മുത്തൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പക്ഷേയില്ലേ, അപ്പോൾ ആ ഗ്ലൂ ആണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് മുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ മുത്ത് തന്നെ യൂസ് ചെയ്യുന്നില്ല, വേറെ സ്വീക്കൻസോ ചെറിയ ഗ്ലിറ്റേഴ്സോ എന്ത് വേണം യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ ഹെയർ ബൺസിൻ്റെ ഭംഗിയാകാം അതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഇവിടെ മുത്തൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ നല്ല ഭംഗിയില്ലേ കാണാൻ, സൂപ്പർ ഹെയർ ബണ്ണായില്ലേ. അത് നമ്മുടെ ഹെയറിൽ ടൈ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കത് കെട്ടി കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, വൂൾ ത്രെഡ് കൊണ്ടുള്ള ഈസി ആയിട്ട് നമ്മളിത് ആ ഹെയർ ബൺസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കുറച്ചധികം ഹെയർ ബൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പല പല കളറിൽ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 മിനിറ്റ്സ് ഹെയർ ബൺ എന്ന് പറയുന്നത്. നമുക്ക് ടെക്നിക്ക് ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ കണ്ടോ, ഞാൻ ഹെയറിൽ ടൈ ചെയ്തിരിക്കുന്ന ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. എന്ത് ഭംഗിയാണെന്ന് നോക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണും വരെ വണക്കം, ടാറ്റാ, ബൈ ബൈ.